പ്രിയ സുഹൃത്തുക്കളെ, നല്ല ഒരു ദിവസം ഏവർക്കും നേരുകയാണ്. നാളെ മുതൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല വണക്കത്തിൻ്റെ മാസം ആരംഭിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ പ്രത്യേക ജപമാല ഭക്തിയിലെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം ഈശോയുടെ സമർപ്പിക്കുകയും ചെയ്യണം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ, നിങ്ങൾ നടക്കുമ്പോഴോ, ഹൃദയസ്വസ്ഥമായിരിക്കുമ്പോഴോ, അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ ഈ പ്രാർത്ഥന നടത്താം. അതിൻ്റെ ഒരു ക്രമം എന്ത് എന്നുള്ളത് നിങ്ങൾ തൽക്കാലം വിടുക. ക്രമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാനതിൻ്റെ 1-2 കാര്യങ്ങൾ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാല തുടങ്ങുമ്പോൾ ഒരു പ്രാരംഭ പ്രാർത്ഥനയുണ്ട്. അത് അളവില്ലാത്ത സ്ഥലം നന്മ സ്വരൂപിയായ സർവേശ്വര കർത്താവേ. അതിനകത്ത് 2-3 എക്സ്പ്രഷൻസിനോട് എനിക്ക് നീചരും നന്ദിഹീനരും എന്നുള്ള വാക്കുകളൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. ദൈവത്തിൻ്റെ കൃപാവരത്താൽ സന്തോഷമുള്ളവരെന്നൊക്കെ മാറ്റേണ്ടുന്ന കാലം. എന്ന് വെച്ചാൽ പ്രാർത്ഥനകളിൽ നിന്ന് നെഗറ്റീവൊക്കെ മാറ്റണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അടുത്തത് അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണമാണ്. അത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, തൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിൽ. അത് അങ്ങനെ തുടർന്നു പോകുന്ന പ്രാർത്ഥന അതിൻ്റെ സ്വഭാവനത്തിൽ കാത്തോലിക്ക സഭയിലും മുഴുവന്മാരുടെ ഐക്യത്തിലും എന്ന് പ്രാർത്ഥന അവസാനിക്കുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്നത്. അതാണ് ആദ്യത്തെ ജപമാലയുടെ ആദ്യത്തെ മണി. ഇതാണ് ആ പ്രാർത്ഥന. ഇത്രയും പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവെ ഇതേ ചൊല്ലും. അതിനുശേഷം 3 നന്മ നിറഞ്ഞ മറിയമയാണ് പിതാവായ ദൈവത്തിൻ്റെ പുത്രിയായ പരിശുദ്ധ ദൈവമാതാവേ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. ഒറ്റ സെൻറ്റൻസേ ഉള്ളത്. അത് അല്പം ദൈവശാസ്ത്രപരമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ ഈ ജപമാലയുടെ അവസാന ദിവസം പറഞ്ഞുതരാം. എന്നിട്ട് കൃപ നിറഞ്ഞ മറിയമേ അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന ഇവിടെ ചൊല്ലുന്നു. അതിനുശേഷം പുത്രനായ ദൈവത്തിൻ്റെ മാതാവായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പിക്കണമേ. വിശുദ്ധ യോഹന്നാൻ മരിച്ചത് യേശുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു. വലിയ പ്രഭാഷകനായിരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ അദ്ദേഹം പ്രഭാഷണത്തിന് അദ്ദേഹത്തെ കൊണ്ടിരുത്തുമ്പോൾ അദ്ദേഹം അവസാനം മരിക്കുന്നതിന് മുമ്പ് സ്നേഹം 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 എന്ന വാക്ക് മാത്രമാണ്. വിശുദ്ധ ബൈബിള് അരച്ചു കലക്കി എടുത്ത് ഒറ്റ വാക്കിൽ ചുരുക്കാമെങ്കിൽ സ്നേഹം എന്ന വാക്കിൽ ചുരുക്കാം. അവിടെ എൻ്റെ 2-ാമത്തെ മണി നന്മ നിറഞ്ഞ മറിയം വെച്ചുള്ളൂ. വീണ്ടും പരിശുദ്ധ ദൈവമാതാവിനോട് ഒരു പ്രിയമുള്ള ദൈവമാതാവേ, ദൈവത്തിന് പ്രിയമുള്ള ദൈവമാതാവേ, ഞങ്ങൾ ദൈവശരണമെന്ന മറ്റാരിലും ശരണപ്പെടുന്നതിനേക്കാൾ ദൈവത്തിൽ ശരണപ്പെടുന്നതിന് വഴി എപ്പോഴും തുറന്നിരിക്കും. അതാണ് ദൈവത്തിൽ ശരണപ്പെടുക, ഈശ്വരനിൽ ശരണപ്പെടുക. മറ്റാരും മനുഷ്യരിൽ ശരണപ്പെട്ടാൽ മനുഷ്യർ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരും. നമ്മളെല്ലായ്പ്പോഴും മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കണം എന്നല്ല. ബിക്കോസ് നമ്മുടെ ബയോളജിക്കൽ നേച്ചറിനകത്ത് നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. പക്ഷേ ദൈവത്തിൽ ശരണപ്പെടുക, ഇഷ്ടമില്ലാത്ത ചെയ്താൽ പോലും. ധൂർത്തപുത്രനെ തിരികെ വന്നപ്പോൾ സ്വീകരിച്ചത് ദൈവത്തിൽ ശരണപ്പെടാൻ. പിതാവിലേക്ക് വന്ന് ശരണപ്പെട്ടപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ചു, ധൂർത്തപുത്രനെ സ്വീകരിച്ചു. അതാണ് ദൈവത്തിൽ ശരണപ്പെടുക. അപ്പോൾ അതിനുശേഷം ഒരു നന്മ നിറഞ്ഞ മറിയം വെച്ചു. അപ്പോൾ ഇവിടെ അടുത്തതിന് ശേഷം രഹസ്യങ്ങൾ ചൊല്ലുക. ഞാൻ പറഞ്ഞല്ലോ 4 പ്രധാനപ്പെട്ട ദിവ്യരഹസ്യങ്ങളാണുള്ളത്. ആ ദിവ്യരഹസ്യങ്ങൾ ഓരോന്ന് ചൊല്ലുമ്പോഴും അപ്പോൾ ആദ്യത്തെ ദിവ്യരഹസ്യത്തിൻ്റെ വായന അല്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അതിനുശേഷം ഈ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലും. അതിനെ തുടർന്ന് 10 നന്മ നിറഞ്ഞ മറിയമേ. അത് ഓരോ രഹസ്യത്തിന് ശേഷവും ഓരോ 10 നന്മ നിറഞ്ഞ മറിയമേയും 10 ചൊല്ലും. അതിനുശേഷം 2-ാമത്തെ ദിവ്യരഹസ്യം വായിച്ചതിന് ശേഷം സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി പറയാം. എന്നിട്ട് ഇനി അടുത്തത് എല്ലാ ദിവ്യരഹസ്യങ്ങളും ഒരു ദിവസം തന്നെ എല്ലാ ദിവ്യരഹസ്യവും ചൊല്ലുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. താല്പര്യമുള്ളവരോ മനസ്സുള്ളവരോ ഒക്കെ അത് ചെയ്തുള്ളത്. എന്നിട്ട് അതിനുശേഷം മാതാവിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ മധ്യസ്ഥത്തിലൊരു സമർപ്പണ പ്രാർത്ഥനയുണ്ട്. ഈ സമർപ്പണ പ്രാർത്ഥന ഞാൻ ഒന്ന് നടത്തി കേൾപ്പിക്കാം. മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലെ, വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസ്, മാർ പൗലോസ്, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായി, മഹാപാപികളായ ഞാനത് തിരിച്ചു പറയുന്നു. മഹാപാപികൾ എന്നൊരു വാക്ക് ദൈവത്തോട് പറയേണ്ട. ദൈവത്തിന് അറിയാം നമ്മൾ പാപികളാണെന്നുള്ളത്. മറിച്ച് ദൈവകൃപയിൽ വരാൻ ആഗ്രഹിക്കുന്നവരായ ഞങ്ങൾ നിവൃത്തി ചെയ്യും പ്രാർത്ഥന നിങ്ങളുടെ ശ്രുതികളോട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിൽ കാണിക്കയായി സമർപ്പിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ലുത്തിനിയാണ്. ഈ ലുത്തിനിയ പ്രാർത്ഥന നിങ്ങൾ ഇത് കത്തോലിക്ക സഭ ഉണ്ടാക്കിയ ലുത്തിനിയ പ്രാർത്ഥന ചിന്തിക്കരുത്. മറിയത്തിൻ്റെ സ്തോത്രഗീതം, പിന്നെ ഏലിശുവയുടെ സ്തോത്രഗീതം, സാമുവേലിൻ്റെ സ്തോത്രഗീതം, ഇങ്ങനെ സ്തോത്രഗീതങ്ങൾ ഇഷ്ടംപോലുണ്ട് പരിശുദ്ധ ബൈബിൾ. ദാവീദ് ഉൾപ്പെടെ ചൊല്ലുന്നു. അപ്പോൾ ഈ സ്തോത്രഗീതമാണ് ശരിക്കും ഈ ലുത്തിനിയ എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ വാക്കിനും ഓരോ അർത്ഥമുണ്ട്. ഞാൻ ചെറ്റക്കോണത്തൊരു സ്കൂളിൻ്റെ പേര് ഓഷൻ സ്റ്റാർ എന്ന് കിട്ടും. പലരും ചോദിച്ചോളേ ഓഷൻ സ്റ്റാർ. ഞാൻ പറഞ്ഞു, നീ എന്നും ജോവാലയിലുന്നല്ലേ? എന്നും ജോവാലയിലുന്നതൊരു വാക്കാണിത്, സമുദ്രതാരം.
സമുദ്രധാരാണ് ഓഷൻ സ്റ്റാർ. സ്കൂളിൻ്റെ പേര് സമുദ്രധാര എന്ന ഇത് പരിശുദ്ധയുമാറാവിനുള്ളൊരു അപരനാമമാണ് ഓഷൻ സ്റ്റാർ. ഞാൻ അങ്ങനെ പറഞ്ഞവർക്ക് മനസ്സിലാവൂ. അത് ശരി. അങ്ങനെ നമ്മളിങ്ങനെ എല്ലാം ചൊല്ലി ഇവിടെയാണ് ഓരോ വാക്കിൻ്റെ അർത്ഥം എന്ത് എന്ന് ഒന്ന് ചിന്തിക്കുന്നതല്ല. അതിനുശേഷം ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുലോകങ്ങൾ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞുങ്ങളുടെ ഈശോ തമ്പുരാനെ, കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ 3 പ്രാർത്ഥനയുണ്ട്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, പുലോപാവങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ ഈശോ തമ്പുരാനെ, കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണം. അതിനുശേഷം സർവേശ്വരൻ്റെ പരിശുദ്ധയുമാറാവുന്നൊരു പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾ യോഗ്യരാക്കുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധയുമാറാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞാൻ അടുത്തത് ഇത്രയും പ്രാർത്ഥനയിലിട്ട് ഒരു ഹെഡിങ് എഴുതി വെച്ചേക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പല സഭകളിലും കണ്ടിട്ടുള്ളതാണ്. ഈ വിശുദ്ധ ബൈബിളിലെയും പ്രാർത്ഥന പുസ്തകത്തിലെയും പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അതങ്ങോട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാം. അത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തിനാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇതുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരുന്നേ, അതിൻ്റെ തുടർച്ചയല്ലേ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോഴത്തേക്ക് ഞാൻ പല സഭകളും കണ്ടിട്ടുള്ള. പിന്നെ സ്വന്തമായിട്ട് സ്പോണ്ടേനിയസ് പ്രയർ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് പലപ്പോഴും മൈൻഡിൻ്റെ ഉള്ളിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ ഇവരെന്തോ ചെയ്തുകൊണ്ടിരുന്നത് അതര വ്യായാമം കൊണ്ട് വായിക്കുമായിരുന്നു. ഇപ്പോൾ ഈ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടയ്ക്കുള്ള വാക്കുകൾ മാറ്റണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കന്യക, അതായത് കുറ്റങ്ങൾ പറയുന്നത്, അതായത് കുറ്റങ്ങൾ പറഞ്ഞ ദൈവത്തിൻ്റെയൊക്കെ പോകേണ്ടത് നിങ്ങൾ. പിന്നെ സർവ്വശക്തി നിത്യനുമായ സർവേശ്വര എന്ന പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന. ഏറ്റവും സ്നേഹത്തോടെ പറയുക, ആർക്കും ഈ ജപമാല ചൊല്ലാൻ സമയം കിട്ടാതിരിക്കുന്നു വെച്ചു ഈ പ്രാർത്ഥന 10 പ്രാവശ്യങ്ങൾ ചൊല്ലിക്കൊള്ളൂ. ഒറ്റ ദിവസം 10 പ്രാവശ്യം എപ്പോഴെങ്കിലും. എത്രയും ദയുള്ള മാതാവേ, നിൻ്റെ സങ്കേതത്തിലൂടെ നിൻ്റെ സഹായം അപേക്ഷിച്ച് നിൻ്റെ മധ്യസ്ഥം ചാരിച്ച് ഒരുവരെങ്കിലും ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യകളുടെ രാജ്ഞി ദയുള്ള മാതാവേ, ഇപ്രകാരമുള്ള വിശ്വാസധൈര്യം പ്രാപിച്ച് നിന്റെ തൃപ്പാദത്തെങ്കിൽ ഞാൻ അടുത്ത് വരുന്നു എന്ന് മാറ്റിയിട്ട് ഞങ്ങളടുത്ത് വരുന്നു. കാരണം നമ്മൾ കുർബാന കാണാത്ത ആളായിരിക്കാം ഇന്ന്. പക്ഷേ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന അങ്ങനെ നിങ്ങൾക്ക് ആത്മീയമായ കുർബാനയിൽ സംബന്ധിക്കാം. തൂത്തുകൊണ്ടിരിക്കുമ്പോൾ കുർബാനയിൽ സംബന്ധിക്കാം. അത് ആത്മീയ കുർബാന സംഗമം നമുക്ക് സാധിക്കും. അപ്പം ഞാൻ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഞങ്ങളെടുത്ത് വരും. പാപിയെ ഞാൻ നെടുവീർപ്പിടും കണ്ടിട്ടുണ്ട്. നോ, അത് വേണ്ട. അങ്ങയുടെ കൃപാവരത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ അങ്ങയുടെ മാമോദിസ സ്വീകരിച്ച അങ്ങയോടൊപ്പം നിൽക്കുന്ന ഞാൻ അല്ല അങ്ങയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ദയാധിക്യത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കണ്ണീരും നെടുവീർപ്പൊന്നും വേണ്ട. ഇതൊന്നും കണ്ണീരും നെടുവീർപ്പൊന്നും ദൈവം ആരിൽ നിന്നും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെയൊക്കെ ഒരു കാലം, അതായത് കാലമൊന്നുമല്ല, ചിലപ്പോൾ ദൈവശാസ്ത്രമായി പലരും യോജിക്കില്ല. പക്ഷെ ഞാനവിടെ യോജിക്കുന്നില്ല. നിങ്ങൾ സന്തോഷന്മാരായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ സന്തോഷം നിങ്ങളുടെ മുഖത്ത് പ്രകാശിക്കട്ടെ. നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചു വരുന്നതിന് മാതാവേ, ഞങ്ങളുടെ അപേക്ഷ എല്ലാം എൻ്റെ മാറ്റുക, നിരസിക്കാതെ ദയാപൂർവ്വം കേട്ടറിയണമേ. ആമേൻ. ഇതെല്ലാ ദിവസവും കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു 10 പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് നിങ്ങൾ സ്കൂളിൽ പോകും. ഞാനെന്നുള്ളത് മാറ്റുക, ഞങ്ങൾ മാറ്റുക. അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ വാക്കുകളും എല്ലാ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റാൻ പിതാക്കന്മാരെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പാട്ട് എഴുതുന്നു. ഞാൻ എഴുതിയിട്ടുണ്ട് 10-15 ക്രിസ്തീയ പാട്ട് എഴുതിയിട്ടുണ്ട്. അതിനകത്തൊക്കെ നെഗറ്റീവ് വന്നിട്ടുണ്ട്, എനിക്കറിയാം. വിശ്വസിച്ചവരെന്നെ ചതിച്ച നേരം വിശ്വസിക്കാൻ കഴിയാതെ പോയി. ഞാനിപ്പം പറയും, വിശ്വസിച്ചവരെന്നെ ഏറ്റെടുത്ത നേരം ഞാൻ വിശ്വസിച്ചു പോയി. അങ്ങനെ മാറ്റണമായിരുന്നു. എൻ്റെ ചിന്താഗതി മാറുന്നതനുസരിച്ച് ഞാനീ പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നാളെ മുതൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ. നാളത്തെ ദിവസത്തിൻ്റെ ജപമാല രഹസ്യം ഏതാണോ അത് ഞാൻ നാളെ തന്നെ അല്പം കൂടെ നേരത്തെ പറഞ്ഞ് ഇടാൻ പരിശ്രമിക്കാം. അപ്പോൾ ആ ജപമാല രഹസ്യം നാളെ ഒക്ടോബർ 1-ാം തീയതി നമ്മൾ സാധാരണ നാളെ ബുധനാഴ്ചയാണ് വരുന്നത്. ബുധനാഴ്ചയാണെങ്കിൽ മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യമായിരിക്കാൻ സാധ്യത. അപ്പോൾ എന്തായാലും ഏറ്റവും സന്തോഷത്തോടെ നാളെ ബുധനാഴ്ച നമുക്ക് ജപമാല ചെല്ലാൻ സാധിക്കട്ടെ. തിങ്കൾ ശനിയല്ല, വ്യാഴമല്ല. ഞാൻ നോക്കിക്കോട്ടെ, എനിക്ക് എത്ര തലക്കകത്ത് ഞാൻ അങ്ങനെ നോക്കാറ് ചൊല്ലുന്ന ഒരാളാണ്. നാളെ ബുധൻ മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യം തന്നെയാണ്. ബുധനാഴ്ച മഹത്വത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ 5 ചൊല്ലാൻ സാധിക്കുന്നൊരു ചൊല്ലുക. ഞാൻ 5 ചൊല്ലാൻ സാധിക്കാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, ഒരെണ്ണമെങ്കിലും ചൊല്ലുക. വേണ്ട, ഒരു നന്മ പറഞ്ഞു പറയുമേ. ഇനി നന്മ പറഞ്ഞു പറയുമ്പോൾ പൂർണ്ണമായിട്ട് ചെല്ലാൻ സാധിക്കില്ലെങ്കിൽ ഈ 50 പ്രാവശ്യം ഈ ജപമാല കയ്യിലെടുത്തിട്ട് ഓരോ പ്രാവശ്യം സ്വർഗസ്നായ പിതാവേ ഒറ്റ വിളി, നന്മ പറഞ്ഞു പറയുമേ ഒരു വിളി, അങ്ങനെ വിളിച്ചു പോ. സ്വർഗസ്നായ പിതാവേ നന്മ പറഞ്ഞു പറയുമേ, നന്മ പറഞ്ഞു പറയുമേ, നന്മ പറഞ്ഞു പറയുമേ. പൂർണ്ണമായിട്ട് ചെല്ലണമെന്ന് കർത്താവിന് കണക്കൊന്നുമില്ലെന്നേ. കർത്താവിന് കണക്കൊന്നുമില്ല, നമ്മളെ കണക്കുണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ വിളിക്കുക, അത്രയേ ഉള്ളൂ. നന്മയുടെ നല്ല ദിവസം. ജോൺസൺ കരുതും.